ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. യെസ്, ഇന്നിവിടെ മിസ് വന്നേക്കാൻ നിങ്ങളോടൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിത് ലാസ്റ്റ് വരെ കാണാം കേട്ടോ, സ്കിപ്പ് ചെയ്യാണ്ട് ലാസ്റ്റ് വരെ കാണാം. ഓക്കെ, നിങ്ങൾക്ക് ഒരു അടിപൊളി സർപ്രൈസ് ആയിട്ടാണ് മിസ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് ഇന്ന് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നവംബർ 5 ഇന്ന് നമുക്കറിയാം. എന്താ ഡേറ്റ്? നവംബർ 5 അല്ലേ? യെസ്, നമ്മുടെ ഓണം എക്സാമിന് പറ്റിയ അതേ തെറ്റുകളെ നിങ്ങൾ ആവർത്തിക്കരുത്. അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് മിസ് ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് നല്ലോണം ഹെൽപ്പ് ആവുന്നൊരു വീഡിയോ കൂടി ആയിരിക്കും കേട്ടോ. അതായത് ഇന്ന് നവംബർ 5 അല്ലേ? നിങ്ങളുടെ ഓണം എക്സാം കഴിഞ്ഞു, ക്രിസ്മസ് എക്സാമിൻ്റെ ഡേറ്റ് അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഡിസംബർ 11 ഏകദേശം നിങ്ങൾ ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നവംബർ 5 ഇന്ന്. ഡിസംബർ 11 നിങ്ങളെ ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ചെയ്യും. അതായത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ടൈം ടോട്ടൽ 35 ഡേയ്സ് മാത്രമാണ്. അതായത് 5 to 10 വരെയല്ലേ പഠിക്കാൻ പറ്റുള്ളൂ അല്ലേ? ഇത് ടോട്ടൽ 35 ഡേയ്സ് മാത്രമാണ്. നിങ്ങൾക്ക് ഇത്രയും അധികം സബ്ജക്റ്റ് ഉണ്ട് ഇല്ലേടാ? അതായത് ഫസ്റ്റ് ബേസിക് സയൻസ് ആണെങ്കിൽ 3 ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ്ട്രാ പഠിക്കേണ്ടതുണ്ട്. അതിന് പുറമെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓണം എക്സാമിൻ്റെ ചാപ്റ്റേഴ്സും പഠിച്ചിട്ട് മാത്രമേ എക്സാമിന് പോകാൻ വേണ്ടി പാടുള്ളൂ. ദെൻ സോഷ്യൽ സയൻസിലാണെങ്കിൽ 4 ചാപ്റ്റേഴ്സ്. ഓണം എക്സാമിന് 4 ചാപ്റ്ററുകൾ ഉണ്ടായിരുന്നു. മാത്സ് 4 അല്ലേ? ദെൻ ഇംഗ്ലീഷ് 4.2 വരെ. അതായത് 4.2 യൂണിറ്റ് 4 4ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്റർ വരെ നിങ്ങൾ പഠിക്കണം. ഇനി മലയാളം ഫസ്റ്റ് ആണെങ്കിൽ 4.3, അതായത് 4ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ ചാപ്റ്റർ വരെ പഠിക്കണം. മലയാളം സെക്കൻഡ് ആണെങ്കിൽ 2.3, അതായത് 2ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ ചാപ്റ്റർ വരെ പഠിക്കണം. പിന്നെ അതിന് പുറമെ നിങ്ങൾക്ക് അറബിക്, ഉറുദു, സാൻസ്ക്രിറ്റ്, ഹിന്ദി ഇത്രയും സബ്ജക്റ്റും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കോ, ആകെ മുന്നിൽ 35 ദിവസം മാത്രമേ ഉള്ളൂ. ഇത്രയും സബ്ജക്റ്റിൽ ഇത്രയും ചാപ്റ്റേഴ്സ് പഠിക്കണം. ഈ ചാപ്റ്റർ മാത്രമല്ല, ഓണം എക്സാമിന് ചാപ്റ്ററും കൂടി പഠിച്ചിട്ട് മാത്രമേ എക്സാമിന് പോകാൻ വേണ്ടി പാടുള്ളൂ. നിങ്ങൾക്കറിയാം, പാറ്റേൺ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ക്രിസ്മസ് എക്സാം, ഓണം എക്സാമിന് ചാപ്റ്റേഴ്സ് മാത്രമേ പഠിക്കാനുള്ളൂ. പക്ഷെ അങ്ങനെയല്ല ക്രിസ്മസ് എക്സാമിന്. ഏതൊരു സൈഡിലാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ചോദിക്കുക എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയേണ്ടി വരും. അപ്പോൾ ഓണം എക്സാമിൻ്റെ ചാപ്റ്റേഴ്സും അതുപോലെ തന്നെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ചാപ്റ്റേഴ്സിനും കൂടെയാണ്. അപ്പോൾ നിങ്ങളെ മുമ്പിലുള്ളത് ആകെ 35 ഡേയ്സ് മാത്രമാണ് കേട്ടോ. ടോട്ടൽ നിങ്ങൾക്ക് 35 ദിവസമാണുള്ളത്. എടാ, വളരെ സിമ്പിളായിട്ട് ഈ ഒരു ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അതാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. എങ്ങനെയാണ് ഇത്രയും ചാപ്റ്റേഴ്സ് 35 ഡേയ്സിനുള്ളിൽ കവർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് മിസ് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എജുപോർട്ടിൻ്റെ ഈ ഒരു ബാച്ച് കണ്ടോടാ, പ്രീ ബൂസ്റ്റർ ബാച്ച്. അതായത് നിങ്ങൾ ഓൾറെഡി ലേറ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. പക്ഷെ അത് നിങ്ങളങ്ങ് മാറ്റി വെച്ച്, നിങ്ങൾ ഇപ്പോഴും ലേറ്റ് ആയിട്ടില്ല. 35 ഡേയ്സ് മുന്നിലുണ്ട്. ഇത്ര ചാപ്റ്റേഴ്സേ പഠിക്കാനുള്ളൂ. എന്താണ്, നിങ്ങൾ ഈ എജുപോർട്ടിൻ്റെ ആപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട കേട്ടോ. കറക്റ്റ് ഈ 35 ഡേയ്സിനുള്ളിൽ നിങ്ങളെ ചാപ്റ്റേഴ്സും പഠിപ്പിച്ച് നിങ്ങളെ MCQ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് എക്സാമും അറ്റൻഡ് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങളെ വിടുള്ളൂ. ഓക്കെ, ഡിസംബർ 11 ചാപ്റ്റേഴ്സ്, റിവിഷൻ, മോഡൽ എക്സാം, MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനും അതുപോലെ കംപ്ലീറ്റ് ചെയ്യാനും വേണ്ടി പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ക്ലാസ് 5 മക്കളാണെങ്കിൽ പ്രീ ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഈ ഒരു റേറ്റ് കണ്ടോ, ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ എന്ത് ചെയ്യുക? താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ക്ലാസ് 6 മക്കളാണെങ്കിലും എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഈ ഒരു റേറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ക്ലാസ് 6 മക്കൾ പിന്നെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ്. ഒട്ടാകെ മാറിയിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് വേണം എക്സാം അറ്റൻഡ് ചെയ്യാൻ. നിങ്ങൾക്ക് 7th പോകേണ്ട മക്കൾ അടുത്ത വർഷം അല്ലേ? അപ്പോൾ 5ഉം 6ഉം ഒക്കെയാണ് ബേസ്. ഇതൊന്നും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പുറം മേലെയുള്ള ക്ലാസ്സുകളിൽ പോയിട്ട് നിങ്ങൾക്ക് ഒരു നല്ല റിസൾട്ട് കിട്ടൂല. അതുകൊണ്ടാണ് പറയുന്നത്, എന്ത് ചെയ്യുക? ഈ ഒരു പ്രൈസ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യണം. നിങ്ങൾക്ക് വേഗം തന്നെ പഠിക്കണം. അതായത് 35 ദിവസം കൊണ്ട് പഠിച്ചാൽ മതി. ഇതിൽ കൊണ്ട് പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. 35 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കണം എന്ന ആഗ്രഹമുള്ള മക്കളാണെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇത് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു തരട്ടെ. നിങ്ങൾ എന്തിനാ ശരിക്കും എജുപോർട്ടിൻ്റെ ആപ്പിൽ വരുന്നത് നിങ്ങൾക്ക് അറിയണ്ടേടാ. എല്ലാവരും വെറുതെ ജോയിൻ ചെയ്യണോ? നിങ്ങൾ ജോയിൻ ചെയ്യാൻ വരട്ടെ. മിസ് ഒരു കാര്യം പറഞ്ഞതാ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഒക്ടോബർ, നവംബർ എക്സ്മസ് എക്സാം പോർഷൻസ്, അതായത് നവംബർ 30 കൂടി നിങ്ങൾ എക്സ്മസ് എക്സാമിൻ്റെ പോർഷൻസ് കവർ ചെയ്തിരിക്കും. ഇന്ന് 5 30 കൂടിയിട്ടാണ് മിസ് പറഞ്ഞിരിക്കുന്ന ഡേറ്റ്. കംപ്ലീറ്റ് നിങ്ങൾക്ക് പോർഷൻസ് കവർ ചെയ്തിരിക്കും. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ചാപ്റ്റർ ആക്സസ് കിട്ടുന്നതായിരിക്കും. നിങ്ങളോട് മിസ് പറഞ്ഞിട്ടുണ്ട് ഓണം എക്സാമിൻ്റെ പോർഷൻ നന്നായിട്ട് പഠിക്കണം. അതായത് ഇനി ക്രിസ്മസ് എക്സാമിന് വരാൻ പോകുന്ന എങ്ങനത്തെ പേറ്റാണെന്നുള്ള കാര്യം നമ്മൾ കണ്ടറിയേണ്ടി വരും. ഓണം എക്സാമിൻ്റെ പോർഷൻസ് എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഇനി അത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഇതാണ് നിങ്ങൾ ഏറ്റവും ഹൈലൈറ്റ് പോർഷൻ. 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും അതുപോലെ 3 സെറ്റ് ഓഫ് എക്സാംസും. അതായത് നമ്മൾ ഒരു ടോപ്പിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ MCQ ഡിസ്ക്രിപ്റ്റീവ് അതുപോലെ തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരു ടോപ്പിക്കിലാണ്, ഒരു ചാപ്റ്ററിൻ്റെ ഒരു ടോപ്പിക്കിലാണ് പറയുന്നത്. അങ്ങനെ ആ ഒരു ചാപ്റ്റർ മുഴുവൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ 3 സെറ്റ് ഓഫ് എക്സാം, MCQ ക്വസ്റ്റ്യൻസ്, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ്, എജുപോർട്ട് നടക്കുന്ന മോഡൽ എക്സാം ക്വസ്റ്റ്യൻസ്, എജുപോർട്ടിൻ്റെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻസ്. ഇത് നിങ്ങളെ സ്കൂളിൽ നിന്നൊക്കെ നടത്തുന്ന അതേപോലെ
പോലുള്ള പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് മോഡൽ എക്സാം ക്വസ്റ്റ്യൻസ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ സ്കൂളിലെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്തില്ല, നിങ്ങൾക്ക് ഒരു പേടി ഉണ്ടാവില്ല, നിങ്ങൾ സിമ്പിളായിട്ട് സ്മൂത്തായിട്ടും എക്സാം എഴുതും. ഓക്കെ, ബാക്കിയുള്ള ഫീച്ചേഴ്സൊക്കെ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഈ ഒരു ഇത്രയും ഫീച്ചേഴ്സിലൂടെയാണ് നിങ്ങൾ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ ബാക്കി എല്ലാ ചാപ്റ്റർ ഇങ്ങനെ തന്നെയായിരിക്കും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക. 35 ദിവസം മാത്രമേ വേണ്ടൂ. നിങ്ങളായിട്ട് നിങ്ങളുടെ സ്റ്റഡി ടൈമിലോ അല്ലെങ്കിൽ സ്റ്റഡി ടൈം ടേബിളോ ഒന്നും എന്ത് ചെയ്യേണ്ട, സെറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എല്ലാം എഡ്യൂപോർട്ടിൻ്റെ ആപ്പിൽ ഷെഡ്യൂൾഡ് ആണ്. ഞങ്ങൾ പറയുന്ന പോലെ ഒന്ന് ഇരുന്നാൽ മാത്രം മതി. നിങ്ങളെ ഇരുത്തിക്കാനും നിങ്ങൾക്ക് പേഴ്സണൽ മെൻറ്റോർഷിപ്പ് ഉണ്ട്. പേഴ്സണലായിട്ട് നിങ്ങളെ മെൻറ്റേഴ്സ് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒരു ദിവസം ക്ലാസ് കണ്ടില്ലെങ്കിൽ അത് ഉഴപ്പാണ്. നിങ്ങൾ ഉഴപ്പ് കളിച്ചിട്ടുണ്ടെങ്കിൽ അതിനും എന്തുണ്ട്, ഇവിടെ പരിഹാരമുണ്ട്. അപ്പോൾ നിങ്ങളോട് മിസ് സീരിയസ് ആയിട്ട് തന്നെ പറയുകയാണ്, നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം നല്ല രീതിയിൽ നല്ല ഗ്രേഡ് എല്ലാ സബ്ജക്റ്റിലും എ ഗ്രേഡ് തന്നെ വാങ്ങാൻ നോക്കട്ടെ. ഇവിടെയൊക്കെ എ ഗ്രേഡ് തന്നെ വാങ്ങണം. ഇതൊക്കെയാണ് ബേസ്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഇവിടെ ഒന്നും നിങ്ങൾ ബി ഗ്രേഡും സി ഗ്രേഡും ഡി ഗ്രേഡും വാങ്ങാൻ ശരിക്കും മോശം തന്നെയാണ്, ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എ ഗ്രേഡ് വാങ്ങാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. കിട്ടട്ടെ, ശ്രമിക്കുക. നിങ്ങളെ ശ്രമത്തോടൊപ്പം എന്ത് ചെയ്യണം, നിങ്ങൾ ഒന്നും വേണ്ട, നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് ഇരുന്നാൽ മാത്രം മതി. എഡ്യൂപോർട്ടിൻ്റെ ആപ്പ് നിങ്ങളെ സെറ്റ് ചെയ്തിരിക്കും. ഞങ്ങൾ എല്ലാ ഫാക്കൽറ്റീസും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് വേണം, ഈ ഒരു ക്ലാസ് വേണം, അല്ലെങ്കിൽ എഡ്യൂപോർട്ടിൻ്റെ ഒരു പാർട്ടാവണം എന്ന ആഗ്രഹമുള്ള മക്കളാണെങ്കിൽ ജസ്റ്റ് താഴെ ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫോം വരും. ആ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മാത്രം മതി. അപ്പോൾ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. ഇനി നവംബർ 5 35 ദിവസം മാത്രമേ മുന്നിലുള്ളൂ. 35 ദിവസം ഉണ്ടല്ലോ എന്ന് വിചാരിക്കണ്ട. 35 ദിവസം മാത്രമേ മുന്നിലുള്ളൂ എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തോ.